വിചാരിച്ചേക്കുന്നത്. ഇതെല്ലാം ഞാൻ വിചാരിച്ച ദിവസങ്ങളിലൊക്കെ നടന്നായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. 10 മിനിറ്റ് ആക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. എന്തൊക്കെയാ ഈ പറയുന്നത്? ഓക്കെ, അതൊക്കെ പോട്ടെ. വേറെ ആരുടെടുത്തെങ്കിലും പ്രാർത്ഥിച്ചാൽ നടക്കത്തില്ലല്ലോ. എനിക്ക് എന്നോട് തന്നെ ഒരു ഇത് ഉണ്ടെങ്കിലല്ലേ നടക്കത്തുള്ളൂ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തോന്ന് വിചാരിച്ചു, ഇന്നൊരു കുഞ്ഞ് സൺഡേ വ്ളോഗാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്, ബിക്കോസ് സൺഡേ ആണ് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത്. പക്ഷേ ഇതിന് ഇൻട്രോ പറയുന്നത് എന്ന് വെച്ചാൽ ഈ പറയുന്നത് ഞാൻ മൺഡേ ആണ്. കാര്യം സൺഡേ എനിക്ക് ഇൻട്രോ പറയാൻ സമയമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എഡിറ്റ് ചെയ്യാൻ ഇന്ന് എടുത്തപ്പോഴാണ് ഞാൻ ഓർത്തത്, ഇൻട്രോ വീഡിയോ പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ എന്ന്. അന്നേരം ഇന്ന് മൺഡേ ആണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഇൻട്രോ വീഡിയോ എടുക്കുന്നത്. അപ്പം ട്യൂസ്ഡേ ആണ് ഞാനിത് അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചേക്കുന്നത്. അപ്പം ഇതെല്ലാം ഞാൻ വിചാരിച്ച ദിവസങ്ങളിലൊക്കെ നടന്നായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് വിചാരിക്കുന്നു. സൺഡേയിലും മൺഡേയിലും കാര്യം റെഡി ആയിട്ടുണ്ട്. ഈ ഇൻട്രോ വീഡിയോ ഞാനിതിപ്പോൾ എനിക്കൊന്ന് മൂന്നോ നാലോ അഞ്ചാമത്തെ വട്ടമാണെന്ന് തോന്നുന്നു ഇത് ഞാൻ പറയുന്നത്. ദൈവമേ, ഈ വീഡിയോ എങ്കിലും ഇട്ടാൽ മതിയായിരുന്നു. ഇടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇടുമായിരിക്കും. അപ്പം നമ്മളൊരു കുഞ്ഞ് സൺഡേ വ്ളോഗാണ് എടുത്തേക്കുന്നത്. ഒരുപാടൊന്നുമില്ല, ഒരുപാടുണ്ടായിരുന്നു. അത് ഞാൻ ഏറ്റവും വെട്ടിക്കുറച്ച് 10 മിനിറ്റ് ആക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. കാര്യം എനിക്ക് ഒരുപാട് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ചിലവർക്കൊക്കെ സിമ്പിളാണ് എഡിറ്റ് ചെയ്യുന്നത്, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറച്ച് പാടായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഒരുപാട് ബളബളബളാന്ന് പറയാനും എനിക്ക് വലിയ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ വീഡിയോയ്ക്കകത്ത് അല്ലാതെ ഇങ്ങനെ ഇരുന്ന് ലൈവ് ചെയ്യുന്നതിനോടോ അല്ലെങ്കിൽ നേരിട്ട് സംസാരിക്കാനോ അങ്ങനൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ ഇങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഓൺ വോയിസ് കൊടുക്കുമ്പോൾ എനിക്ക് ഇച്ചിരി പ്രയാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും വെട്ടിക്കുറച്ച് 10 മിനിറ്റ് ആക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. 10 മിനിറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഏറ്റവും കുറച്ച് 10 മിനിറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതാണോ ഇനി അപ്ലോഡ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്തൊക്കെയായി പറയുന്നത്? ഓക്കെ, അതൊക്കെ പോട്ടെ. അപ്പോൾ എൻ്റെ കുഞ്ഞ് സൺഡേ വ്ളോഗാണ്. ആ കുഞ്ഞ് സൺഡേ വ്ളോഗ് നിങ്ങൾ കണ്ടിട്ട് വായോ. അതുവരെ ഞാനിവിടെ ഇരിക്കാം. ഓക്കെ, ബൈ ബൈ. രാവിലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ബീഫ് മേടിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ വരുന്നില്ല എന്ന് എത്ര പറഞ്ഞാലും അൽച്ചേട്ടൻ കേൾക്കത്തില്ല. എന്നെയും കൊണ്ടേ പോത്തോളൂ. മിക്കവാറും വണ്ടിയിലിരുന്ന് ഞാൻ പറന്നു പോകുന്ന ലക്ഷണമുണ്ട്. എന്നെക്കാളത്തിലും മുമ്പ് ആ ഹെൽമെറ്റ് പറഞ്ഞു പോകുന്ന ലക്ഷണവും ഉണ്ടായിരുന്നു. എന്തായാലും അമ്പലത്തുംകാലയിലുള്ള ബീഫ് കടയിൽ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. ആദ്യമേ ഞാൻ അങ്ങോട്ട് പോയപ്പോഴേ പറഞ്ഞു, ദൈവമേ ബീഫ് ഉണ്ടോ എന്തോ, അതിനകത്ത് ബീഫ് ഇല്ലെന്നാണ് തോന്നിയത്. പക്ഷേ എൻ്റെ കണ്ണടിച്ചു പോയെന്ന് അൽച്ചേട്ടൻ അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഇഷ്ടം പോലെ ബീഫ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ കരളോ എന്താണ്ടൊക്കെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഞാൻ ഫ്രണ്ടിലോട്ട് വന്നിട്ട് ആ വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു. ആ ബീഫ് കട്ട് ചെയ്യുന്നതിന് നമ്മൾ പറയുന്നതെന്ന് വിചാരിച്ചാൽ കട്ട്ലേറ്റിനാന്ന് പറഞ്ഞാണ് നമ്മൾ മേടിക്കുന്നത്. അതാകുമ്പോൾ അതിനകത്ത് എല്ലോ നെയ്യോ അങ്ങനൊന്നും വരത്തില്ലല്ലോ. എന്നിട്ട് നമ്മൾ അല്ലാതെ എക്സ്ട്രാ 50 രൂപയ്ക്ക് എല്ല് സെപ്പറേറ്റ് ആണ് മേടിക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാനും പറ്റും. ഇല്ലിരിക്കുന്ന സാധനം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അത് ആട്ടിൻ്റെ തലയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ കണ്ടതുകൊണ്ട് ഒരു ക്യൂരിയോസിറ്റിക്ക് എടുത്തതാണ്. തിരിച്ചു വന്ന വഴിക്ക് നമ്മൾ കുറച്ച് ചീനിയും ഇഞ്ചിയും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ്ട് വെളുത്തുള്ളിയും അങ്ങനെ കുറച്ച് മലക്കറികളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പോയ വഴിക്കാണ് അവിടെ അഖിൽചേട്ടൻ ഒരു കാഴ്ച കണ്ടത്. ഞാനത് ഇച്ചിരി കഴിഞ്ഞിട്ട് പറയുന്നതായിരിക്കും നല്ലത്. ഗ്ലാസ്സിൽ കൂടെ നോക്കി ചിരിക്കാൻ പറയുമായിരുന്നു ഞാൻ. എന്തായാലും ഇച്ചിരിയും കൂടെ കഴിയണ്ടല്ലോ എന്ന് വിചാരിച്ചു. പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ അടുത്ത് കരിക്ക് കട ഉണ്ടായിരുന്നു. കടയല്ല, ഒരു ചേട്ടൻ അവിടെ ഇട്ട് നിൽക്കുന്നിടം. അഖിൽചേട്ടൻ എന്ന് വിചാരിച്ചാൽ കരിക്കെന്ന് വിചാരിച്ചാൽ ഇത്രയും മരിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഭയങ്കര ഇഷ്ടമാണ് കരിക്കും വെള്ളം. ഞാൻ പറഞ്ഞു അവിടെ നിന്ന് കുടിച്ചിട്ട് വരാം. അന്നേരം അൽച്ചേട്ടൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ മേടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയി കുടിച്ചോളാം എന്ന് പറഞ്ഞു. എനിക്ക് വേണമെന്ന് ചോദിച്ചാൽ എനിക്കത്ര ഇഷ്ടമല്ലായിരുന്നു. പിന്നെ വീട്ടിൽ വന്ന് ആദ്യമേ ഞങ്ങൾ ഇച്ചിരി പുട്ടും പയറും പപ്പടവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പുട്ടും ഇന്നലെ കുറച്ച് ബീഫ് വെച്ചത് ഇരിപ്പുണ്ടായിരുന്നു. ആ ബീഫും കൂടെ ഞാൻ എടുത്ത് തിന്നായിരുന്നു. ഇപ്പോൾ അടുപ്പിച്ച് 2-3 ദിവസമായിട്ട് നമ്മുടെ വീട്ടിൽ ബീഫാണ്. കാര്യം അൽച്ചേട്ടൻ ഇത്രയും ദിവസം വ്രതം ആയതുകൊണ്ട് തന്നെ ബീഫൊന്നും അൽച്ചേട്ടൻ തിന്നത്തില്ലാത്തത് കൊണ്ട് തന്നെ നമ്മളിത് തിന്ന്. ഞാൻ പുട്ടിൻ്റെ കൂടിച്ചിട്ട് ബീഫ് കൂട്ടി ഈ പാത്രത്തിൽ ഇട്ട് തന്നെ തിന്ന്. ഇതിനകത്തായിരുന്നു ബീഫ് കറി ഇരുന്നത്. അവസാനം കറി തീർന്നു പോയി. അന്നേരം പിന്നെ ഞാൻ പുട്ട് അതിനകത്തിട്ട് തന്നെ തിന്ന്. അതായിരുന്നു ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ഇതുണ്ടായിരുന്നു. അത് ഞാൻ ഇച്ചിരി പറഞ്ഞത് കൂടിപ്പോയെന്ന് തോന്നുന്നുണ്ടല്ലേ? എനിക്കും കേട്ടിട്ട് കൂടിപ്പോയെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും അത്രയും ടേസ്റ്റ് ഇല്ലായിരുന്നു. സാധാ ഒരു പാത്രത്തിൽ തിന്നുന്നതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചട്ടിച്ചോറൊക്കെ തിന്നുമ്പോഴാണ് ഭയങ്കര ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നത്. എന്നാലും ഇതിനകത്ത് ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ രാവിലെ എഴുന്നേറ്റപ്പം തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കഴിക്കാനും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ഇപ്പം തന്നെ ഏകദേശം സമയം 12:30 എങ്ങാണ്ട് ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതെല്ലാം കഴിക്കുന്നത്. ഇനി വേണം നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന ബീഫ് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും അൽച്ചേട്ടൻ്റെ അടുത്ത് ഇച്ചിരി വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞപ്പോഴേ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അൽച്ചേട്ടൻ എൻ്റെ ക്യാമറ മറച്ചു വെക്കുമായിരുന്നു അവിടെ. അതായിരുന്നു അൽച്ചേട്ടൻ്റെ ശ്രമം. എന്നാലും ഞാൻ പറഞ്ഞു മറച്ചു വെക്കല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെയും
മറിച്ചങ്ങ് വെക്കുവാണ്. പിന്നെ എന്തൊക്കെയോ കാര്യം പറയുന്നുണ്ടായിരുന്നു. സത്യത്തിൽ ഞാൻ പറഞ്ഞു അഖിൽച്ചേട്ടൻ്റെ അടുത്ത് അതൊക്കെ ഞാൻ പറയുമെന്ന്. പിന്നെ ആണെങ്കിൽ എന്നെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന അഖിൽച്ചേട്ടൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇച്ചിരി നേരം ക്യാമറ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ആണെങ്കിൽ അഖിൽച്ചേട്ടൻ മേടിച്ചുകൊണ്ട് വന്ന എല്ലും കഷ്ണം പുറത്ത് നമ്മുടെ സ്റ്റെയറിൻ്റെ അവിടെ ഇട്ടിട്ട് നമ്മളില്ലേ കല്ലിൻ്റെ മുകളിൽ ഇട്ടിട്ട് അഖിൽച്ചേട്ടൻ കട്ട് ചെയ്ത് വെക്കുമായിരുന്നു. അത് എനിക്ക് തോന്നുന്നു വാരിയലിൻ്റെ സൈഡാണെന്ന് തോന്നുന്നു നമ്മൾ മേടിച്ചത്. അതെ അഖിൽച്ചേട്ടൻ്റെ അടുത്ത് ആരോ പറഞ്ഞു വാരിയലിൻ്റെ ഇത് കൂടെ ഈ ബീഫിനകത്ത് ഇടുമ്പോൾ ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞു. പിന്നെ അഖിൽച്ചേട്ടൻ പുറത്ത് വന്ന് കട്ട് ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് വിചാരിച്ചാൽ അഖിൽച്ചേട്ടൻ്റെ പൂച്ചയ്ക്കും പട്ടിക്കും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അഖിൽച്ചേട്ടൻ പുറകിലോട്ട് ഇറങ്ങുമ്പോൾ അവരെല്ലാം മറ്റേ ക്യൂ നിന്നാണ് വരുന്നത്. ആ സമയം കൊണ്ട് ഞാൻ ഉള്ളി അരിയാൻ പോയി. കുറേ ഉള്ളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ അവിടെ നിന്ന് കുറച്ചായിട്ടിരുന്ന് അരിയുമായിരുന്നു. എനിക്കാണെങ്കിൽ കയ്യറ ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് ഭയങ്കര പാടാണ്. എനിക്ക് കയ്യറ വേണം. കയ്യറ ഉണ്ടെങ്കിൽ എന്നെക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. എന്നാലും ഞാൻ കുറേയൊക്കെ ഉള്ളിയെല്ലാം തൊലിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് കാണിച്ചാൽ നിങ്ങൾക്ക് ബോറടിക്കും എന്ന് വിചാരിച്ചാൽ കുറച്ച് കാണിച്ചാൽ ബീഫ് എന്തായാലും നമ്മൾ കട്ട് ചെയ്ത് മേടിച്ചുകൊണ്ട് വന്നു. അന്നേരം അഖിൽച്ചേട്ടൻ പറഞ്ഞു ഇത് ഇച്ചിരിയും കൂടെ വലിയ പീസാന്ന് പറഞ്ഞു കുറച്ചും കൂടെ കട്ട് ചെയ്ത്. അഖിൽച്ചേട്ടനാണെങ്കിൽ ഇനി ബീഫ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞു ബീഫൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ അഖിൽച്ചേട്ടൻ്റെ ഫോൺ എക്സ്ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഒരു ഇതിന് പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഖിൽച്ചേട്ടൻ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇതിങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കണം, അടി പിടിക്കരുത്, നോക്കിക്കോണം, കരിയരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് ഒരു മിനിറ്റ് പോലും വിടാതെ ഞാനിങ്ങനെ ഇളക്കി നിൽക്കുമായിരുന്നു. പിന്നെ അഖിൽച്ചേട്ടൻ സിമ്മിലിട്ടുകൊണ്ട് പോയതുകൊണ്ട് തന്നെ ഞാൻ കുറേ നേരം അവിടെ നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ മണം ഭയങ്കര മണമായിരുന്നു കേട്ടോ. ഞാൻ ഇതിൻ്റെ മണം ഇങ്ങനെ അങ്ങ് ആസ്വദിക്കുമായിരുന്നു. എന്താണെന്ന് എനിക്കറിയത്തില്ല. അവരെല്ലാവരും കൂടെ ഹാളിൽ ഇരുന്നായിരുന്നു ഫോൺ റെഡിയാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എന്തായാലും ഞാൻ അവിടെ നിന്ന് ഇളക്കി എൻ്റെ കൈയുടെ പാല ഒടിഞ്ഞെന്ന് പറയുന്നതായിരിക്കും നല്ലത്. പാലെന്നാണോ പറയുന്നത് എല്ലെന്നാണോ എന്തോ കൈയുടെ എല്ല് ഒടിഞ്ഞെന്നാണെന്ന് തോന്നുന്നു ഞാൻ ഉദ്ദേശിച്ചത്. അതായിരിക്കും. എന്തായാലും പിന്നെ ഞാൻ വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെച്ചിട്ട് ഇളക്കി കൊടുക്കുമായിരുന്നു. പിന്നെ അഖിൽച്ചേട്ടൻ ഇടയ്ക്കൂടെ വന്നിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് എല്ലാം മിക്സ് ചെയ്തിട്ട് പോയി. പിന്നെ എൻ്റെ അടുത്ത് ഇളക്കാൻ പറഞ്ഞതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് അഖിൽച്ചേട്ടൻ എന്താണ്ട് ഈ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കുക്കറിലെ സാധനങ്ങളെല്ലാം അഖിൽച്ചേട്ടൻ എടുത്ത് ഇതിനകത്തോട്ട് ഇട്ടിട്ട് പിന്നെയും പോയി. പിന്നെ അത് ഇളക്കേണ്ടത് കൊണ്ട് തന്നെ പിന്നെ അവരൊക്കെ വന്നതുകൊണ്ട് തന്നെ അഖിൽച്ചേട്ടൻ തേങ്ങാക്കൊത്ത് ഇടാൻ മറന്നുപോയി. പിന്നെ എണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഇരുന്ന് ഞാൻ വറുക്കുമായിരുന്നു ഗൈസ് ഇതുപോലെ. അവസാനം അതും ഇതിനകത്ത് തട്ടണമായിരുന്നു. ദാണ്ട് ഇത് ബീഫ് അവിടെ ഇരുന്ന് വേവിക്കുമായിരുന്നു. ആ സമയം കൊണ്ട് അഖിൽച്ചേട്ടൻ ചീനി റെഡിയാക്കാനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും ആ പിള്ളേർ പോയിട്ടുണ്ടായിരുന്നു. ചീനിയെല്ലാം വെള്ളം ഒഴിച്ച് കഴുകി അതിനുശേഷം എനിക്ക് ഈ നല്ല ചുമന്ന മീൻ ഭയങ്കര ഇഷ്ടമാണ്. അതിനകത്ത് അഖിൽച്ചേട്ടൻ അരപ്പൊക്കെ തേച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. എനിക്ക് മീൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ബീഫും ചിക്കനേക്കാട്ടിലും ഒക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടം മീൻ കഴിക്കാനാണ്. അതുകൊണ്ട് എനിക്ക് അഖിൽച്ചേട്ടൻ കുറച്ച് മീൻ വറുത്തും കൂടെ തരുവാണ്. നാരങ്ങയൊക്കെ ഒഴിച്ച് നല്ല ഭയങ്കര അഖിൽച്ചേട്ടൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ മീൻ വറുക്കുന്നതിൻ്റെയൊക്കെ ഒരു ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ അപ്പോഴത്തേനും നമ്മുടെ ചീനി വെന്തിട്ടുണ്ടായിരുന്നു. ആ ചീനി എടുത്ത് ഊറ്റാനിട്ടതാണ്ട് ഈ ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അഖിൽച്ചേട്ടൻ അത് സെറ്റ് ചെയ്തെടുത്ത് അതിൻ്റെ അവസാന വീഡിയോ ആണ് ഞാൻ എടുത്ത്. എൻ്റെ അടുക്കളയൊന്നും കാണിക്കാതിരിക്കുന്നതാണ് ഭേദം. അടുക്കളയൊക്കെ ഏകദേശം ഒന്ന് കുളമായിട്ടുണ്ടായിരുന്നു. എങ്കിലും കുഴപ്പമില്ലെന്ന് വിചാരിച്ചു. പിന്നെ അഖിൽച്ചേട്ടൻ എല്ലാ മീനും കൂടെ വറുക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഇടയ്ക്ക് വെച്ചൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ കുഞ്ഞു മീനായതുകൊണ്ട് തന്നെ ഇളക്കാൻ നേരത്ത് അഖിൽച്ചേട്ടൻ ഇളക്കിയപ്പോഴത്തേനും അങ്ങ് പൊടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അഖിൽച്ചേട്ടൻ അത് ഭയങ്കര സങ്കടമായി പോയിട്ടുണ്ടായിരുന്നു. മീൻ വറുത്തത് അങ്ങ് പൊടിഞ്ഞു പോയതുകൊണ്ട് ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കി തന്നതല്ല, ആ മീൻ പൊടിഞ്ഞു പോയതായിരുന്നു എൻ്റെ അഖിൽച്ചേട്ടൻ്റെ ഏറ്റവും വലിയ സങ്കടം. ഞാൻ അഖിൽച്ചേട്ടൻ്റെ അടുത്ത് പറയും അഖിൽച്ചേട്ടൻ എൻ്റെ വ്ളോഗിനകത്തോട്ട് നോക്കി ചിരിക്കുന്നു. അപ്പോൾ അഖിൽച്ചേട്ടൻ എന്നെ എന്തൊക്കെയോ കളിയാക്കിക്കൊണ്ട് അവിടെ പാട്ട് പാടുവാണ്. ആ പാട്ട് എനിക്ക് കേൾപ്പിക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ കേൾപ്പിച്ചില്ല. ഇനി എന്തായാലും ചോറുണ്ണാൻ വേണ്ടിയിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു. അഖിൽച്ചേട്ടൻ ചോറായിരുന്നു ഉണ്ടിരുന്നത്. അന്നേരത്തേന് അച്ഛനും കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചീനി തിന്നാമെന്ന് വിചാരിച്ചു. ഒരു 2-3 റൗണ്ട് ഞാൻ തിന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിൻ്റെ ഇടയ്ക്ക് കൂടെ അഖിൽച്ചേട്ടൻ അച്ഛൻ്റെ അടുത്ത് കാര്യം പറയുവാണ്. ഞാൻ കഴിച്ചിട്ട് വരാമെന്നാണ് ഞാൻ ഈ ആക്ഷൻ കാണിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നതാണ്. അച്ഛൻ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുക. അഖിൽച്ചേട്ടൻ്റെ അടുത്ത് കാര്യമൊക്കെ പറയുകയാണ്. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേന് നമ്മൾ ചായയൊക്കെ കൊണ്ടുവന്നാണ്ട് ഇവിടെ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ അഖിൽച്ചേട്ടൻ ഫോണിൽ കളിക്കുമായിരുന്നു. ആ പുതിയ ഫോൺ കിട്ടിയതിൻ്റെ എക്സൈറ്റ്മെൻറ്റിനകത്ത് അതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ പിന്നെ ഈ കയ്യിൽ എന്താ ആക്ഷൻ കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അന്നേരം ഞാൻ എന്തോ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. രാത്രി ആയപ്പോഴത്തേനും അഖിൽച്ചേട്ടൻ പറഞ്ഞു മുട്ട നമുക്ക് ഈ മഞ്ഞക്കുരു മാറ്റിയിട്ട് എന്തോ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അഖിൽച്ചേട്ടൻ ഈ മഞ്ഞക്കുരു സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന വിധിയാണ്. ഞാൻ പറഞ്ഞു അതും കൂടെ ഒന്ന് വ്ളോഗ് എടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ കാണിക്കുന്നത്. അഖിൽച്ചേട്ടൻ വെള്ള ഇതാക്കാതെ മഞ്ഞക്കുരു മാത്രം ഇതാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബീഫ് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു, മീൻ വറുത്തത് ഇതാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി ചപ്പാത്തി മതി എന്ന് പറഞ്ഞ അഖിൽച്ചേട്ടന്. പക്ഷേ രാത്രി ഞാൻ ചോറായിരുന്നു. അഖിൽച്ചേട്ടൻ പൊരിച്ച മുട്ടയാണ് ഗൈസ് ആയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ സൺഡേ വ്ലോഗൊക്കെ കണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, എൻ്റെ കുറേ പരിപാടികളൊന്നും അതിനകത്ത് ഞാൻ കാണിച്ചിട്ടില്ല. കാര്യം എന്ന് വിചാരിച്ചാൽ കുറേയൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. അഥവാ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും
പറയാനും നിൽക്കണ്ട, അതെനിക്ക് വിഷമം ഉണ്ടാവും എന്ന് വിചാരിച്ചെങ്കിലും പറയാൻ നിൽക്കണ്ട. ചിലവർ എനിക്കിപ്പം വിഷമം ഉണ്ടാവുമെന്ന് പറഞ്ഞതുകൊണ്ട് വേണമെങ്കിൽ ചിലപ്പം വന്ന് കൊള്ളത്തില്ലെന്ന് പറയും. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്താൽ അത്രയും സന്തോഷം ഗൈസ്. അപ്പം എന്നൊന്നും എനിക്ക് വീഡിയോ ഇടാൻ പറ്റുന്നില്ല. ആഴ്ചയിലെങ്കിലും ഒരു വലിയ വ്ലോഗ് ഇടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് നടക്കട്ടെ എന്ന് ഞാൻ എന്നോട് തന്നെ പ്രാർത്ഥിക്കുന്നു. വേറെ ആരുടെങ്കിലും പ്രാർത്ഥിച്ചാൽ നടക്കത്തില്ലല്ലോ. എനിക്ക് എന്നോട് തന്നെ ഒരു ഇത് ഉണ്ടെങ്കിലല്ലേ നടക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഇന്ന് എന്ന് വെച്ചാൽ മൺഡേ ഈവനിങ് അഖിൽചേട്ടന് പുതിയൊരു ഫോൺ മേടിക്കാൻ പോകുന്നുണ്ട്. ഇന്നലെ ഒരു ഫോൺ മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫോണിനകത്ത് എന്തോ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നലെ OLX ഇട്ട് വിറ്റാണ് ഒരു ചെറുക്കൻ്റെ കയ്യിൽ നിന്ന്. പക്ഷെ അതിനെന്തോ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഫോൺ നമ്മൾ ഇന്ന് രാവിലെ തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു ഇന്നൊരു പുതിയ ഫോൺ എടുക്കാമെന്ന് വിചാരിച്ചു. പറ്റുമെങ്കിൽ ആ വ്ളോഗും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. പറ്റുമോയെന്ന് അറിയത്തില്ല. എന്നാലും ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. വൈകുന്നേരം അഖിൽചേട്ടന് പോയിട്ട് ഒരു ഫോൺ എടുക്കണം. നമ്മൾ 2-3 ഫോൺ നോക്കി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും പറ്റുമെങ്കിൽ എടുക്കണം. പറ്റുമെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ അതും ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, ബൈ ബൈ, ടാറ്റാ. ഹലോ ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അഖിൽചേട്ടൻ ഫോൺ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അഖിൽചേട്ടൻ കൃത്യം 6:50 വരണേന്ന് പറഞ്ഞു. ഇപ്പം സമയം 7 മണിയായിട്ടുണ്ട്. സമയം നന്നായിട്ട് പോയിട്ടുണ്ട്. ഞാൻ ഓർത്തില്ല, ഞാൻ റെഡി ആവാൻ ലേറ്റായി, ഫുൾ ലേറ്റായി. ഇപ്പോൾ ഇൻട്രോ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഇത് ഞാൻ മറന്നു പോകല്ലോ എന്ന് വിചാരിച്ചാൽ ലാസ്റ്റ് മിനിറ്റ് ഒരു ഇൻട്രോ പറഞ്ഞിട്ട് ഞാൻ പോകാമല്ലോ എന്ന് വിചാരിച്ചാൽ. അപ്പോൾ നമ്മൾ അഖിൽചേട്ടൻ ഫോൺ എടുക്കാൻ പോവുകയാണ്. അഖിൽചേട്ടൻ്റെ മനസ്സിൽ വിവോയും ഉണ്ട്, പോക്കോ എന്ന് പറഞ്ഞൊരു ഇതുമുണ്ട്, ഒരു കമ്പനിയുടെ അതുകൊണ്ട് 2 എണ്ണം ഉണ്ട്. ഏതാണെന്ന് നമുക്ക് അവിടെ ചെന്നിട്ടേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ബ്ലാക്ക് ജീൻസ്, ഈ ഉടുപ്പുമാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. പിന്നെ അഖിൽചേട്ടൻ അമ്മ മേടിച്ചത് ഈ ഒരു ബാഗുമാണ്. അപ്പം ഭയങ്കര സിമ്പിളായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഫോൺ കടയിൽ ചെന്നിട്ട് ഏത് ഫോണാണ് എടുക്കുന്നതെന്ന് നോക്കാം. അഖിൽചേട്ടനെ ഇനി കടയിൽ ചെന്ന് വിളിച്ചിട്ടേ പോകാനും പറ്റത്തുള്ളൂ. അപ്പം ബൈ ബൈ, ടാറ്റ, ലവ് യു. ഹലോ ഗൈസ്, അങ്ങനെ അവസാനം നമ്മൾ വിവോ V40 എന്ന് പറഞ്ഞൊരു ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു. ആ കടയിലുള്ള ഏറ്റവും നല്ല ക്യാമറയുള്ള ഫോൺ തന്നെയാണ് നമ്മളെടുത്തത്. എന്നെക്കൊണ്ട് പൊട്ടിക്കുകയായിരുന്നു എൻ്റെ അഖിൽചേട്ടൻ. കാര്യം എന്ന് വിചാരിച്ചാൽ ഞാൻ അഖിൽചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് പൊട്ടിക്കാൻ നേരം അഖിൽചേട്ടന് വയ്യായിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞ് നീ പൊട്ടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞാനാണ് പൊട്ടിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് കടയുടെ അവരും എല്ലാം വീഡിയോ എടുക്കുമായിരുന്നു. അപ്പം സത്യം പറഞ്ഞാൽ എൻ്റെ കൈയൊക്കെ വിറയ്ക്കുന്നുണ്ടായിരുന്നു, നല്ല രീതിക്ക് വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല. അതിനുശേഷം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഫോണും കൂടെ ഒന്ന് ഓണാക്കിയേക്കെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് എല്ലാം വീഡിയോ എടുപ്പായിരുന്നു. എന്തായാലും ഞാൻ ആ ഫോണിലും കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കൈ പടപടാന്ന് വിറയ്ക്കുമായിരുന്നു. പിന്നെ അവിടെ നിന്ന കസ്റ്റമറും എല്ലാം എന്നെ അങ്ങ് നോക്കുമായിരുന്നു. അപ്പോഴത്തേന് ഇച്ചിരി എൻ്റെ കൈ അങ്ങ് വിറച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തു. പിന്നെ അഖിൽചേട്ടൻ്റെ പുതിയ ഫോണിനകത്ത് ആദ്യം എൻ്റെ ഫോട്ടോയായിരുന്നു എടുത്തിരുന്നത്. ഫോണൊക്കെ മേടിച്ചതിന് ശേഷം ഞങ്ങൾ ഷവർമ്മ കഴിക്കാമെന്ന് വിചാരിച്ചു ഷവർമ്മ കടയിലോട്ട് ഓടി പോവുകയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ വന്നിരുന്നപ്പോഴത്തേനും എൻ്റെ ഫോണിലെ ക്ലാരിറ്റി ഒന്നും കൂടെ ഒന്ന് നോക്കാമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഫോണിനകത്ത് വീഡിയോ എടുക്കുമായിരുന്നു. പിന്നെ ഷവർമ്മയൊക്കെ കൊണ്ടുവന്നു. അത് കുറേ നേരം എടുക്കും എനിക്ക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അഖിൽചേട്ടൻ്റെ പുതിയ ഫോണിനെ കുറിച്ച് അങ്ങ് വർണ്ണിക്കുവാണ്. ഞാൻ പറഞ്ഞു എൻ്റെ ഫോണാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സത്യത്തിൽ എനിക്കറിയാം അഖിൽചേട്ടൻ്റെ ഫോണാണ് സൂപ്പറെന്ന്. പിന്നെ ഞങ്ങൾ ഷവർമ്മയുടെ കാര്യങ്ങളും വേറെ എന്തെങ്ങാണ്ടൊക്കെ കാര്യങ്ങളും ഒക്കെ പറയുമായിരുന്നു. എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു എന്ന് തന്നെ പറയായിരുന്നു. അത് മാത്രമല്ല, ഞങ്ങൾ ഷവർമ്മ തിന്നുകൊണ്ടിരുന്നപ്പം തന്നെ നമ്മൾ നോക്കിയ ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. പണ്ട് ഇവരുടെ ഷവർമ്മയ്ക്ക് ഇച്ചിരി കൂടെ കട്ടിയും കുറച്ചും കൂടെ ക്വാണ്ടിറ്റിയും ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും സ്നാക്സ് മേടിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് എന്തോ മേടിക്കുക എന്നുള്ള കൺഫ്യൂഷനിൽ അവസാനം അഖിൽചേട്ടൻ ബദാമാണ് മേടിച്ചത്. എൻ്റെ അടുത്ത് എന്തെങ്കിലും വേണമെന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. അപ്പോഴാണ് ഓർത്തത് പാലും പഞ്ചസാരയും ഒന്നും മേടിച്ചിട്ടില്ലല്ലോ എന്ന്. പിന്നെ അവിടെ ഒരു കട, അമ്പലത്തിൻകാലയിലുള്ള ഒരു കടയിൽ കയറിയിട്ട് മുട്ടയും പാലും പഞ്ചസാരയും എല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇനി നേരെ വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലോട്ടാണ് പോകുന്നത്. നമ്മൾ പുതിയ ഫോണൊക്കെ എടുത്തിട്ടുണ്ട്. ഭയങ്കര സന്തോഷത്തിലാണ് എൻ്റെ അഖിൽചേട്ടൻ. എങ്ങനെയുണ്ട് അഖിൽചേട്ടാ, ഇഷ്ടപ്പെട്ടോ? ഓക്കെ, അഖിൽചേട്ടൻ ഭയങ്കര സന്തോഷത്തിലാണ്. കൂടെ ഞാനും നല്ല സന്തോഷത്തിലാണ്. പിന്നെ എന്താണ് ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോ ഇപ്പോൾ ഇച്ചിരി ലെങ്ത് കൂടിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ, ടാറ്റ, ലവ് യു.